ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ തോരൻ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ആയിട്ട് ഒരു 250 ഗ്രാം അളവിൽ ചെമ്മീനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് തൈരാണ്. 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനെഗറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വിനെഗറൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 4 വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കാനായിട്ട് പോകുന്നത് ചെറിയ ജീരകം, 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ 1 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വേപ്പില ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെമ്മീനൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാടൊന്നിട്ട് ഫ്രൈ ആവണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ചെമ്മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിനൊക്കെ പകരമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.